ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പുതിയ പോലീസ് മേധാവിയായി പരിഗണിക്കുന്നവരിൽ ADGP MR അജിത് കുമാറും തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ആരോപണ വിധേയനായ MR അജിത് കുമാർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ പേരും പട്ടികയിലുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീകാന്ത്, ഇതൊരു സാങ്കേതിക നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ പട്ടികയ്ക്ക്? പരാതിയോ അല്ലെങ്കിൽ ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, അതിലെ അദ്ദേഹത്തിനെതിരായ വിജിലൻസ് അന്വേഷണം, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ലിസ്റ്റിൽ MR അജിത് കുമാർ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടി തന്നെയല്ലേ? ഇതൊരു സാങ്കേതിക നടപടിക്രമമാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിനെ അയക്കുന്ന പട്ടിക തന്നെയാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. ഇതിൽ നേരത്തെ ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും MR അജിത് കുമാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ അതിശയോക്തിയില്ല. പക്ഷേ വേണമെങ്കിൽ അതൊരു രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പട്ടിക അയക്കുക അസാധ്യവുമാണ്. കാരണം സീനിയോറിറ്റി സർക്കാരിന് പരിഗണിക്കേണ്ടി വരും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ MR അജിത് കുമാർ ഉൾപ്പെടുന്ന ആൾ തന്നെയാണ്. അത് രാഷ്ട്രീയ വിവാദമാകുമോ ഇല്ലയോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ, ഇനി നാളെ മുതൽ അങ്ങോട്ട് കാത്തിരുന്ന് കാണാം. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് പട്ടികയിൽ ഏറ്റവും സീനിയറായ വ്യക്തി. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത്, ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, ഇങ്ങനെയാണ് 6 പേരുടെ പട്ടിക അയച്ചിട്ടുള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് അവരുടേതായ ടേക്ക് ഉണ്ട്. സംസ്ഥാന സർക്കാർ ഈ പട്ടിക സമർപ്പിക്കേണ്ടതാണ്. സാങ്കേതിക നടപടിക്രമമാണ്. ഇനി പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും? CPI മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് ഉയർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. നാളെ ഇതിന്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങും. വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ ADGP MR അജിത് കുമാർ ഉൾപ്പെട്ട വിവിധ വിഷയങ്ങളുണ്ട്, വിവാദ വിഷയങ്ങളുണ്ട്. പക്ഷേ അതിനിടയിലും കേന്ദ്രത്തിലേക്ക് അയച്ച പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. ഒപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിൻ്റെ പേരുമുണ്ട്. രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുണ്ട്. ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? ഇക്കാര്യത്തിൽ നേരത്തെ MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുന്നണിക്കകത്ത് CPI നിലപാടെടുത്തിരുന്നു. CPIക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ചക്രമുടി കയ്യേറ്റത്തിൽ നടപടിയുമായി റവന്യൂ വകുപ്പ് 4 പട്ടയങ്ങൾ റദ്ദാക്കി. 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. അനധികൃതമായി ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാനും റവന്യൂ മന്ത്രി K രാജൻ നിർദ്ദേശം നൽകി. 24 ബിഗ് ബ്രേക്കിംഗ്. വിശദാംശങ്ങൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നൽകും. രാഹുൽ, ഏറെ വൈകിയാണ് ഇതിലൊരു നടപടി ഉണ്ടാകുന്നത്. തുടർച്ചയായി ഈ വിഷയത്തിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ റവന്യൂ വകുപ്പിൽ അട്ടിമറി നടക്കുന്നു, റിപ്പോർട്ടുകൾ മുക്കുന്നു, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി നേരിട്ട് നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിമിനൽ കേസ് അടക്കം, അപ്പോൾ ഈ ഭൂമി കയ്യേറിയവർക്കെതിരെ കർശന വകുപ്പുകൾ ചുമത്തി ക്രിമിനൽ കേസ് എടുക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? വിജയകുമാർ, ചക്രമുടിയിൽ ഒടുവിൽ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 27/1 സർവേ നമ്പറിൽ പെടുത്തിക്കൊണ്ട് മണിവേൽ, ഗുരുസ്വാമി, കറുപ്പസ്വാമി, ജ്ഞാനദാസ് എന്നിവരുടെ പേരിലാണ് ഈ പട്ടയങ്ങൾ ചക്രമുടിയിലെ കയ്യേറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തത്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പട്ടയങ്ങൾ യഥാർത്ഥത്തിൽ നൽകിയതാണ്. അതായത് 64 ചട്ടപ്രകാരം ഈ 4 പേർക്കും പട്ടയം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന സ്ഥലം ഈ ചക്രമുടിയിലായിരുന്നില്ല. കാലങ്ങളായി ഈ കരമടയ്ക്കാതെ വന്നതോടുകൂടി സ്ഥലങ്ങളെല്ലാം അന്യാധീനപ്പെട്ടു പോയിരുന്നു. നമ്പർ 1, നമ്പർ 2 റെക്കോർഡുകൾ ഇല്ല എങ്കിൽ പോലും നമ്പർ 1, നമ്പർ 2 റെക്കോർഡുകളുണ്ട്. പക്ഷെ നമ്പർ 3 റെക്കോർഡ് പ്രകാരം ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ മറവിലാണ് നിലവിൽ ഈ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന മൈജോ ജോസഫ് ഈ ചക്രമുടിയിൽ വ്യാപകമായിട്ട് കയ്യേറ്റം നടത്തിയിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിലും അതുപോലെ തന്നെ ഈ ഉത്തരവിലും പറയുന്നുണ്ട്. നിലവിൽ ഈ പട്ടയം ഉണ്ടായിരുന്ന 4 പേരും ജീവനോടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഈ മൈജോ ജോസഫിനെതിരെയും അതുപോലെ തന്നെ ഈ കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഈ സർക്കാർ പാറപ്പുറമ്പോക്കിൽ കയ്യേറുന്നതിനു വേണ്ടി മറ്റൊരു സ്ഥലത്തെ സർവേ നമ്പർ ഉപയോഗിക്കാൻ അനുമതി നൽകിയ
ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ മൈജോ ജോസഫിനെതിരെയും ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യഘട്ടത്തിൽ തഹസിൽദാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, സർവേയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള തുടർ നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടിയിൽ വ്യാപകമായിട്ടാണ് കയ്യേറ്റം നടത്തിയത്. വലിയ തടയണ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതെല്ലാം നമ്മൾ വാർത്ത നൽകുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഏറെ വൈകിയെങ്കിലും ഒരു നടപടി റവന്യൂ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ ഇപ്പോൾ എന്തായാലും നടന്നിരിക്കുന്നത്. സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. 4 പട്ടയങ്ങൾ റദ്ദാക്കി 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. അനധികൃതമായി ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ ഇപ്പോൾ റവന്യൂ മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറെ വൈകിയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്ന ആക്ഷേപവുമുണ്ട്. എന്തായാലും വൈകിയാണെങ്കിലും കർശന നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. സർക്കാർ ഭൂമിയിൽ കുരിശു നിർമ്മിച്ചുള്ള കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെ എന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. കയ്യേറ്റം സംരക്ഷിക്കാൻ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മതസംഘടനകൾ നിലപാട് സ്വീകരിക്കണമെന്നും CV വർഗീസ് പറഞ്ഞു. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല. കുരിശ് പൊളിച്ചു മാറ്റിയെങ്കിലും 20 അടിയുള്ള കുരിശ് നിർമ്മിച്ചത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നാണ് CPIM വിമർശനം. ജനങ്ങളെ സർക്കാരിനെതിരാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ അഭിപ്രായം. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതെന്നാണ് CPIM വിലയിരുത്തൽ. അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. ഇതിനു പകരം സാധാരണക്കാരെ ബാധിക്കുന്ന വിധത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ വിവേകമില്ലായ്മയെന്നാണ് CPIM വിമർശനം. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പഞ്ചാബ് സുവർണ ക്ഷേത്രത്തിലെത്തിയവർക്ക് നേരെ ആക്രമണം. ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഒരാൾ ആളുകളെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടിയുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതിൽ ഈ ആക്രമിച്ച ആളിനെ ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതാരാണ്, എന്താണ് ഇയാളുടെ ലക്ഷ്യം? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സുവർണ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗുരു രാംദാസ് ജി നിവാസിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അവിടെ വന്ന ഭക്തർക്ക് നേരെയാണ് ഒരാൾ ഇരുമ്പ് പൈപ്പ് കൊണ്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം അത് ഇതുവരെയും വ്യക്തമല്ല. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ അക്രമിയുടെ ഒപ്പമുണ്ടായിരുന്ന ആളെയും പോലീസ് പിടികൂടുകയുണ്ടായി. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്ത് കാരണത്താലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. പക്ഷേ ഈ ആക്രമിച്ചയാളുടെ വ്യക്തി വിവരങ്ങൾ ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വിജയകുമാർ, ഒരു പ്രകോപനവുമില്ലാതെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആളുകളെ ആക്രമിക്കുകയായിരുന്നു. അതിൽ പലർക്കും 5 പേർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില കുറച്ച് ഗുരുതരമാണ് എന്ന വിവരം കൂടി ഉണ്ടായിരുന്നു. ഈ അക്രമിയെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് അയാളുടെ ലക്ഷ്യം, എന്തിനാണ് അയാൾ ഇങ്ങനെ ആളുകളെ ആക്രമിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ല. പോലീസ് ഒരു പക്ഷേ ഔദ്യോഗികമായി കാര്യങ്ങൾ അല്പസമയത്തിനകം വെളിപ്പെടുത്തുമെന്ന് കരുതാം. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മേനകയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് കയറി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തോപ്പുംപടി സ്വദേശിനി സനിലയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. ഉച്ചയോടെയാണ് മേനക ജംഗ്ഷനിൽ അപകടമുണ്ടായത്. ഒരേ ഉടമയുടെ 2 ബസ്സുകൾ തമ്മിലായിരുന്നു മത്സരയോട്ടം. നിർത്തിയിട്ടിരുന്ന ബസ്സിനെ മറികടക്കാൻ അമിത വേഗത്തിലെത്തിയപ്പോൾ ബൈക്കിലിടിക്കുകയായിരുന്നു. തോപ്പുംപടി സ്വദേശി സനിതയും ഭർത്താവിനെയുമായി ബസ് മീറ്ററുകൾ മുന്നോട്ട് പോയി. നാട്ടുകാരാണ് ബസ്സിനടിയിൽ നിന്ന് സനിതയെ പുറത്തെടുത്തത്. സനിതയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് അതീവ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. എറണാകുളം ടൗണിനുള്ളിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. 24 കൊച്ചി.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. അറസ്റ്റിലായ ആകാശ് എന്ന വിദ്യാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിൽ 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവും അത് തൂക്കാൻ ഉപയോഗിച്ച ത്രാസും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കളമശ്ശേരി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോയോളം കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് ചെറു പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച 9 ഗ്രാം കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ കുപ്പിയും കണ്ടെടുത്തു. കഞ്ചാവ് അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആകാശിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് അന്വേഷണം. 24 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളി SFI സംസ്ഥാന നേതൃത്വം. പോലീസ് കേസെടുത്ത അഭിരാജിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിഷയത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. കേസിൽ KSU പ്രവർത്തകർ ഉണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. 2 നിലകളുള്ള ഹോസ്റ്റലിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിൽ നിന്നും 1-ാം നിലയിലെ മുറിയിൽ നിന്നുമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ താഴത്തെ നിലയിലുള്ള മുറി KSU പ്രവർത്തകരുടേതും 1-ാം നിലയിലെ മുറി SFI പ്രവർത്തകരുടേതുമാണ്. എല്ലാവരും താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ. എന്നാൽ കഞ്ചാവ് പിടികൂടിയതിൽ ഒരു പങ്കുമില്ലെന്നാണ് പ്രാദേശിക SFI KSU നേതാക്കളുടെ വാദം. അഭിരാജുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ പയ്യനെ ഇതിനകത്ത് പെടുത്തിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതിൽ ആരും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം സംസ്ഥാന നേതൃത്വം തള്ളി. ജാഗ്രതക്കുറവുണ്ടായെന്നും അഭിരാജിനെതിരെ നടപടിയെടുക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്നൊരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. കേസിൽ KSU നേതാക്കൾക്ക് പങ്കില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം. കുറ്റക്കാരുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. KSUമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക. സംഭവത്തിൽ പോളിടെക്നിക് പ്രിൻസിപ്പലിനെ ABVP പ്രവർത്തകർ ഉപരോധിച്ചു. കൊച്ചി. ഇതാദ്യമായല്ല കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത്. മുമ്പ് നടത്തിയ പരിശോധനയിൽ ക്യാമ്പസിൽ നിന്ന് കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടിയിരുന്നു. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമെങ്കിലും പരിശോധന നടത്താൻ വിദ്യാർത്ഥികൾ സമ്മതിക്കാറില്ല. കഴിഞ്ഞ വർഷം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 100 ഗ്രാം കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം കഞ്ചാവ് ഉപയോഗിക്കാൻ എത്തിയതായിരുന്നു ഇയാൾ. കോളേജിനുള്ളിൽ കഞ്ചാവും മറ്റ് നിരോധിത ലഹരി വസ്തുക്കളും നിർബാധം ഉപയോഗിക്കുന്നുവെന്ന വിവരം അധ്യാപകർക്കും ഹോസ്റ്റൽ വാർഡനുമടക്കം അറിയാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ യൂണിയനെ പേടിച്ച് അധ്യാപകരും മറ്റ് ജീവനക്കാരും മൗനം പാലിക്കുകയാണ്. അധ്യാപകർക്ക് പോലും ഹോസ്റ്റലിനുള്ളിൽ പ്രവേശനമില്ല. ഇത് തൊട്ടടുത്തുള്ള കളമശ്ശേരി പോലീസിന് അറിയാമെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് പോലീസും യാതൊരു പരിശോധനകളും നടത്താറില്ല. ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് ഹോസ്റ്റലിൽ വാങ്ങി സൂക്ഷിക്കാറുള്ളത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കോളേജിനുള്ളിൽ ഒതുക്കപ്പെട്ട പരാതികൾ നിരവധിയാണ്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ മീറ്റിങ്ങുകളിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും
അത് നിങ്ങളറിയാതെ തന്നെ നമ്മളെ ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാർ തലത്തിലും പോലീസ് ഇതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ എതിർത്താൽ കായികമായി ആക്രമിക്കപ്പെടുമെന്ന പേടി മറ്റു വിദ്യാർത്ഥികൾക്കുമുണ്ട്. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ കൂടുതൽ പേർ കേസിൽ പ്രതികളാകുമെന്നും ഉറപ്പാണ്. 24 കൊച്ചി. ലഹരിമരുന്നു കേസിൽ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികൾ കേരള പോലീസിന്റെ പിടിയിൽ. പഞ്ചാബിലെത്തിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നോയിഡയിലെ MDMA നിർമ്മാണ യൂണിറ്റുകളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് കോഴിക്കോട് DCP അരുൺ കെ പവിത്രൻ പറഞ്ഞു. ജനുവരി 21-ന് 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ നടത്തിയ അന്വേഷണമാണ് മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ബന്ധം പുറത്തു കൊണ്ടുവന്നത്. കോഴിക്കോട് ആദ്യം പിടികൂടിയ 2 പേരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മലയാളിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിടിയിലായ ഡേവിഡ് എൻഡമി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും അറ്റ്ക ഹരുണ BBA വിദ്യാർത്ഥിയുമാണ്. കുക്ക് ചെയ്യുന്നൊരു സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് ഫൈനാൻസ് ചെയ്യുന്നത്, പിന്നെ ഇതിനിടെ നിൽക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ഒരുപാട് പേര്. അപ്പം മറ്റു ഡീറ്റെയിൽസ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നോയിഡ ബേസ് ചെയ്തിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഇവരുടെ പ്രാഥമികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനുകളാണെന്ന് പോലീസ് പറയുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇരുവരും പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്. കോഴിക്കോട് വടകരയിൽ ബൈക്ക് മോഷണ സംഘത്തിലെ 2 വിദ്യാർത്ഥികൾ കൂടി പിടിയിലായി. ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ പിടിയിലായ വിദ്യാർത്ഥികളുടെ എണ്ണം 7 ആയി. വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ബൈക്കുകൾ മോഷണം പോയെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 5 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. മോഷണം പോയ 6 ബൈക്കുകൾ ഇവരിൽ നിന്ന് കണ്ടെത്തി. സംഘത്തിൽ ഉൾപ്പെട്ട 2 വിദ്യാർത്ഥികൾ കൂടിയാണ് ഇന്ന് പിടിയിലായത്. ഒരു ബൈക്കും കണ്ടെടുത്തു. ബൈക്ക് മോഷണം പതിവായതോടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. പിന്നാലെയാണ് മോഷണത്തിന് പിന്നിൽ വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷ്ടിച്ച ബൈക്കുകൾ രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചുമായിരുന്നു വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ പേർ മോഷണത്തിന് പുറകിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 കോഴിക്കോട്. കൊല്ലത്ത് ക്ഷേത്രോത്സവ പരിപാടിയിലെ വിപ്ലവ ഗാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടിയിലാണ് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചത്. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ ഈ പാട്ട്. CPMന്റെ സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി മടത്തറ, ആൽത്തറമൂട് യൂണിറ്റുകൾ, വ്യാപാരി വ്യവസായി സമിതി, കടയ്ക്കൽ ഏരിയ കമ്മിറ്റി എന്നിവയുടെ വഴിപാടായാണ് സംഗീത പരിപാടി നടത്തിയത്. ഗസൽ വിപ്ലവ ഗായകനായ കണ്ണൂർ സ്വദേശി അലോഷി ആദമാണ് പുഷ്പനെ അറിയാമോ എന്ന ഈ വിപ്ലവ ഗാനം വേദിയിൽ പാടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഡിവൈഎഫ്ഐയുടെ പതാക പശ്ചാത്തലമൊരുക്കി വിപ്ലവ ഗാനം പാടിപ്പിച്ചെന്നാണ് വിമർശനം. അലോഷിയുടെ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. ക്ഷേത്രത്തെ പാർട്ടി പരിപാടിയാക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ പരിപാടിയിൽ ആർക്കെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അത് തിരുത്തി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തോട് ക്ഷമാപണം നടത്തി മേലാൽ ഇത്തരം പരിപാടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത CPM പുലർത്തണം എന്നാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗായകൻ അലോഷി പാടിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എണീച്ചിട്ട് പറയൂ പുഷ്പനെ അറിയാവുന്ന പാട്ട് പാടണം, ഏറ്റവും അവസാനമാണ് ഈ പാട്ട് പാടുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമടക്കം നിലനിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലപനമെന്നതും ശ്രദ്ധേയം. മുൻപ് നവകേരള സദസ്സിന് ഇതേ ക്ഷേത്ര മൈതാനം വിട്ടു നൽകിയത് വിവാദമാവുകയും കോടതി ഇടപെടൽ വന്നതോടെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 24 കൊല്ലം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ CPM നേതാവ് K രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ഉറച്ച ED. K രാധാകൃഷ്ണൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനാണ് EDയുടെ തീരുമാനം. ED നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് CPM നിലപാടെടുത്തു.
കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ നീക്കം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഹാജരാക്കാൻ ED കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും, അത്രമാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. കെ രാധാകൃഷ്ണനെ പോലൊരു നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത്. ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ചോദ്യം ചെയ്യലിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് ED രാധാകൃഷ്ണന് വീണ്ടും സമൻസ് അയക്കും. കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ED നീക്കം. 24 കൊച്ചി. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ അഭിപ്രായ സമന്വയം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളുടെ സീറ്റുകളിൽ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം പുനർനിർണയം നടത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മണ്ഡല പുനർനിർണയത്തിനെതിരെ ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ചേരുന്ന സമ്മേളനത്തിലേക്ക് DMK നേതാക്കളെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു. ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലം പുനർനിർണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നയം വ്യക്തമാക്കിയത്. കുടുംബാസൂത്രണ നയങ്ങൾക്കനുസൃതമായി ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുത്തുന്നത് അനീതിയാണ്. ഇതിലെല്ലാം വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികം നൽകുന്നതിന് തുല്യമാകും സീറ്റ് വർധനവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രോറേറ്റ അടിസ്ഥാനത്തിൽ അധിക മണ്ഡലങ്ങൾ ലഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദങ്ങൾ മുഖവിലക്കെടുക്കാനാകില്ല. ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡല പുനർനിർണയത്തിനെതിരെ ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ചേരുന്ന സമ്മേളനത്തിലേക്ക് DMK നേതാക്കളെത്തി പിണറായി വിജയനെ ക്ഷണിച്ചു. തിരുവനന്തപുരത്തെത്തിയ തമിഴ്നാട് IT മന്ത്രി പഴനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യൻ MPയുമാണ് സ്റ്റാലിന്റെ ക്ഷണക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഈ മാസം 22-ന് നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന നേതാക്കളെ അണിനിരത്താനാണ് സ്റ്റാലിന്റെ നീക്കം. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ പരസ്യ പ്രതിഷേധം നടത്തിയ A പത്മകുമാറിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പത്മകുമാർ പരസ്യമായി പറഞ്ഞു. സംസ്ഥാന സമിതിയിലെ നിയമനങ്ങൾ ബോധ്യപ്പെടാത്തവരെ പാർട്ടി ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിലെ വിവാദം സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത്. ഒന്ന് അതിൻ്റെ മെറിറ്റാണ്, മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ്. അത് വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടൽ പ്രശ്നമാണ്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലരാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും പോരെ. അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ? അത് ഞങ്ങൾ ചെയ്യും. RSSനെതിരായ നിലപാട് ആവർത്തിച്ച് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധിയെ തടഞ്ഞ RSS BJP നടപടിയെ വിമർശിച്ചിന്നും കോൺഗ്രസ് CPM നേതാക്കൾ രംഗത്തെത്തി. അതേസമയം തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP നേതാക്കൾ. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ P ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. വേദിയിൽ അന്ന് നടത്തിയ RSS വിമർശനം ഇന്ന് ആലുവ UC കോളേജിലെ ഗാന്ധി അനുസ്മരണ വേദിയിലും തുഷാർ ഗാന്ധി ആവർത്തിച്ചു.
and continue to fight against them and continue to call upon my friends to join this fight to save our nation. This is a fight which is even more essential than the freedom fight. ചടങ്ങിൽ തുഷാർ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുണയാവർത്തിച്ചു. തുഷാർ ഗാന്ധിക്കെതിരായ RSS BJP നടപടിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്നാൽ തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. UC കോളേജ് വളപ്പിൽ മഹാത്മാഗാന്ധി മാവ് നട്ടതിന് 100 വർഷം തികയുന്ന വേളയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിലാണ് തുഷാർ ഗാന്ധി പങ്കെടുത്തത്. 24 കൊച്ചി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഭേദപ്പെട്ട സാഹചര്യമുള്ളത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ഉയരും. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രവചനം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ നടപ്പാക്കി. പുതിയ ദർശന രീതി വിജയിച്ചാൽ വിഷു പൂജ മുതൽ സ്ഥിരമായി അത് നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 24നോട് പറഞ്ഞു. മീനമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. കൊടിമരച്ചുവട്ടിൽ നിന്ന് നേരിട്ട് ശ്രീകോവിലിന് മുന്നിലെത്തുന്ന പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. പരീക്ഷണം വിജയിച്ചാൽ വിഷു പൂജ മുതൽ പുതിയ രീതി പ്രാബല്യത്തിൽ വരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട്. ഇതൊരു ട്രയലായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് സക്സസ് ആയാൽ വിഷുപൂജയ്ക്ക് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കും. വിഷുപൂജയ്ക്ക് കൂടി ഇത് പൂർണ്ണമായി വിജയിക്കുകയാണെങ്കിൽ സീസണിലും ഇത്തരം രീതി തന്നെ അവലംബിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ ദർശന രീതി വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തിരക്ക് കൂടിയാൽ ദർശനത്തിന് ഫ്ലൈ ഓവർ ഉപയോഗിക്കുമെന്നും IG ശ്രീജിത്ത് പറഞ്ഞു. ഭക്തർക്ക് പ്രത്യേക ജീവൻ സുരക്ഷാ നിധി എന്ന 24 വാർത്ത ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് സ്ഥിരീകരിച്ചു. സംഭാവനയായി മാത്രമേ പണം വാങ്ങൂവെന്നും PS പ്രശാന്ത്. അല്ല, നിർബന്ധം എന്നുള്ള പ്രശ്നമില്ല. അപ്പം ആ വിധിയാണ് ഭക്തജനങ്ങളിൽ നിന്നും വാങ്ങാം. പിന്നെ ഇത് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകളിൽ നിന്നും സ്വീകരിക്കാം. അപ്പോൾ വെർച്വൽ ക്യൂ വഴി നമുക്ക് ഓപ്ഷണലായി, ഒരു നിർബന്ധവുമില്ല, ഓപ്ഷണലായി ഒരു 5 രൂപ നമുക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് ശേഖരിച്ചാൽ മരിക്കുന്ന ആളുകൾക്ക്, എന്തെങ്കിലും അപകടങ്ങൾ വരുന്നവർക്ക് അല്ലെങ്കിൽ മരണപ്പെടുന്നവർക്ക് ഒരു 3 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വരുന്ന സീസൺ കാലത്ത് പദ്ധതി നടപ്പാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചന. മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19 ഹരിവരാസനം പാടി നടയടയ്ക്കും. 24 പത്തനംതിട്ട. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ 5990 കോടി രൂപ അധിക കടമെടുക്കാൻ കേരളം. അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ മാസം 12,000 കോടി രൂപ വായ്പ എടുക്കാനാണ് കേരളം അനുമതി തേടിയത്. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 6,250 കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതടക്കം കണക്കിലെടുത്ത് 6,000 കോടിയും കടമെടുക്കാനായിരുന്നു അനുമതി തേടിയത്. എന്നാൽ 5,990 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. സാധാരണ ഒരു മാസം ശരാശരി 15,000 കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത്.
എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ആയതിനാൽ ഈ മാസം മാത്രം 25,000 കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തെ മാത്രം കേരളത്തിന്റെ ആകെ കടമെടുപ്പ് 42,000 കോടി രൂപയോളം ആയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചത് സർക്കാരിന് ഏറെ ആശ്വാസകരമാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.